നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 9 ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുള്ള രാശിക്കാർ, ലഗ്നക്കാർ, നക്ഷത്രക്കാർ, അതുപോലെ തന്നെ ഭാഗ്യ നമ്പറുകൾ, ഭാഗ്യ നിറം, ഭാഗ്യസമയം, ഇതാണ് ഇതിൽ പറയുന്നത്. ആദ്യം നമുക്ക് ഭാഗ്യ നിറം പറയാം. 9-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചുവപ്പ് അല്ലെങ്കിൽ ഇളം ചുവപ്പ് അല്ലെങ്കിൽ ചുവപ്പ് ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. 9-ാം തീയതി രാവിലെ 4:31 AM മുതൽ രാവിലെ 5:19 AM വരെ ബ്രഹ്മമുഹൂർത്തം നല്ല സമയമാണ്. 9-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം 11:56 AM മുതൽ 12:46 PM വരെയാണ്, നല്ല സമയമാണ്. ഇനി ഭാഗ്യമുള്ള രാശിക്കാരുടെ കാര്യം പറയാം. രാശിക്കാരും ലഗ്നക്കാരും. ഇപ്പോൾ തന്നെ ആദ്യം മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത്ത ആദ്യം 3 പാദം, മിഥുനം രാശി, മിഥുന ലഗ്നവും. ഓക്കെ. പിന്നെ കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം, കന്നി രാശി, കന്നി ലഗ്നം. പിന്നെ തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യം 3 പാദം. പിന്നെ വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇനി ഭാഗ്യ കോമ്പിനേഷൻ നമ്പറുകൾ എല്ലാ ദിവസവും ആവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അത് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു മാസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. 5198 എപ്പോഴും പറയുന്ന ആദ്യത്തെ നമ്പറാണ്. ഇതിൻ്റെ 24 കോമ്പിനേഷൻ, 2 കോമ്പിനേഷൻ ഞാൻ പറയാം. 8915 9158. ഇതുപോലെ 24 കോമ്പിനേഷൻ 5198-ൻ്റെ. അതുപോലെ 4792 7219 5193 1963 34 44 57 16 40 38 51 99 30 29. ഇതിൻ്റെ 24 കോമ്പിനേഷൻ. പിന്നെ 9/6/2026 ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന 4 അക്ക കോമ്പിനേഷൻ നമ്പർ, അതിൻ്റെ 24 കോമ്പിനേഷൻ 7896 02 89 7891 62 92 86 02. ഇവയുടെ 24 കോമ്പിനേഷൻ. 9/6/2026 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. 8 9 6 2 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും ഏതെങ്കിലും ഒരു സമ്മാനം എല്ലാ ദിവസവും കിട്ടട്ടെ. 1ാം സമ്മാനം മുതൽ ഏറ്റവും ഒടുവിലത്തെ സമ്മാനമെങ്കിലും ഒരു ദിവസം എല്ലാ ദിവസവും അടിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.